റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ്. പോളൻ സെൻറ്റർ ക്ലിപ്പാണ് ഉണ്ടാക്കുന്നത്. പോളൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റർ ക്ലിപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ബാരറ്റ് ക്ലിപ്പ് എന്ന് പറയും. ഈ ഒരു ക്ലിപ്പാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ വലിയ സൈസിലൊക്കെ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സൈസിലാട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ സൈസിലൊക്കെ ഉണ്ടെങ്കിൽ വലിയ സൈസിലെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ സൈസിലാണ്. ഈ ഒരു ക്ലിപ്പ് ഇല്ലെങ്കിൽ കൂടെയും നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പോളൻസ് ആണ്. പോളൻസിനെ ഞാനിവിടെ 2 കളറിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ കളറിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 1, 2, 3 അങ്ങനെ അതിൽ കൂടുതൽ കളേഴ്സ് വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സിൽവർ കളറും അതുപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് കളറുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നല്ല റേറ്റിലും എന്നാൽ ഇപ്പോൾ വളരെ കുറഞ്ഞ റേറ്റിലും കിട്ടുന്ന ഒരൈറ്റാണ് പോളൻസ്. 90 റുപ്പീസ് അല്ലെങ്കിൽ അതിൽ താഴെ റേറ്റിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ഞാനപ്പോൾ ഞാനെടുത്തിരിക്കുന്ന പോളൻസിനോട് സ്യൂട്ടായി പോകുന്ന രീതിയിൽ ഉള്ളൊരു കളറിലെ ഫോം ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് എടുത്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫുള്ളി പോളൻസ് വെച്ചും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ക്യാൻവാസ് ഷീറ്റ് അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാൻവാസ് ആണ്. കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടുന്നത് ക്യാൻവാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഫെൽറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏത് കളറിലെ ഫെൽറ്റ് ഷീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മേക്കിങ്ങിലോട്ട് കിടക്കാം. ഞാൻ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ബഞ്ചായിട്ടിരിക്കുന്ന പോളൻസിനൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് ലെങ്ത്തൊക്കെ കുറച്ച് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള പോളൻസിൻ്റെ ബാക്കിലുള്ള ഗ്രീൻ ലീഫ് അവോയ്ഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഒരു ഫോം ഫ്ലവറും ആ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാരറ്റ് ക്ലിപ്പിൻ്റെ സെയിം ലെങ്ത്തിൽ, അതായത് സെയിം ലെങ്ത്തും അതുപോലെ തന്നെ സെയിം വിഡ്ത്തിലും നമ്മൾ എന്ത് ചെയ്തു, ക്യാൻവാസിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പീസ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നല്ല സെക്യൂറായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്ന പോളൻസും അതുപോലെ തന്നെ ഫോം ഫ്ലവറൊക്കെ ആ ഒരു ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്തിരുന്നോളും. ഡയറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നല്ലപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് B7000 പോലെ നല്ലപോലെ ഒട്ടുന്ന ഗ്ലൂ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മൾ ആ ക്യാൻവാസിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ പോളൻസും ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യുന്നത് ആദ്യം 2 പിങ്ക് കളറ്, പിന്നെ അതിനുശേഷം 2 ഗോൾഡൻ, അങ്ങനെ ആട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പോളൻസിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കുറച്ച് കൊടുക്കരുത്. കുറച്ച് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് കളയാട്ടോ. അല്ലെങ്കിൽ പോളൻസൊക്കെ ഇങ്ങനെ ഒരു കട്ട കൂടി നിൽക്കുന്ന ഷേപ്പല്ലേ, അത് ചിലപ്പോൾ ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റെമ്മ് നിൽക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ആദ്യം ഒരു പിങ്ക്, പിന്നീട് സിൽവർ അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫോം ഫ്ലവറാണ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഈ രണ്ടെണ്ണം വെച്ചിട്ടാട്ടോ പോളൻസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫോം ഫ്ലവർ വെച്ച് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് എന്ത് ചെയ്യാം, പോളൻസ് മാത്രം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഫോം ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിലോട്ടായിട്ട് വീണ്ടും 2 പിങ്ക് പോളൻ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ വീണ്ടും എന്ത് ചെയ്യാം, സിൽവർ ഒട്ടിച്ച് കൊടുക്കാം. നല്ല തിക്നെസ്സിൽ ഒട്ടിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഭംഗിയിലിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തിക്നെസ് കിട്ടാനായിട്ട് എനിക്ക് ഈ ഒരു ഫോം ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം പിങ്ക് ഒട്ടിച്ചു, പിന്നെ സിൽവർ ഒട്ടിച്ചു, എന്നിട്ട് എൻഡിങ്ങിൽ ഞാൻ ഒരു പിങ്ക് കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇച്ചിരി തിക്നെസ് കുറഞ്ഞ പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ദേ ഇപ്പോൾ നമ്മളുടെ സെൻറ്റർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അധികം പൈസ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി നമുക്ക് ഈ ഒരു ഐറ്റം എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം എന്നുള്ളതായിരിക്കും ഒട്ടുമിക്കുള്ളവരുടെയും കൺഫ്യൂഷൻ. നമുക്ക് ഇത് ഒരു 65 to 85 ആ ഒരു റേഞ്ചിൽ സെയിൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പലയധികം കളേഴ്സിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.